ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവാലയത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു എന്ന കുറ്റമാണ് ഇപ്പോൾ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആരോപണം കേൾക്കുവാൻ കാരണം ആ ദേവാലയത്തിന് പുറത്ത് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഒരു മുടന്തന് സൗഖ്യം നൽകിയെന്നതാണ്. ആ മുടന്തനെ കാണാൻ ആളുകൾ കൂടിയപ്പോൾ ആ ആളുകളോട് നസ്രായനായ യേശുവാണ് മിശിഹ എന്നും അവൻ്റെ നാമത്തിലാണ് ഈ മുടന്തന് സൗഖ്യം കിട്ടിയതെന്നും പത്രോസും യോഹന്നാനും പറഞ്ഞു. സൗഖ്യമായ മുടന്തൻ അവരോടുകൂടെ നിൽക്കുന്നത് കൊണ്ട് അവരോട് ആർക്കും തർക്കിക്കുവാനും കഴിയുമായിരുന്നില്ല. എന്നാൽ ദേവാലയത്തിൽ അധികാരമുണ്ടായിരുന്ന മഹാപുരോഹിതന്മാർ, സദൂക്യർ, പടനായകൻ ഇവരെല്ലാം വന്ന് പത്രോസിനെയും യോഹന്നാനെയും പിടിച്ച് കാവലിലാക്കി പിറ്റേ ദിവസം അവരെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. അതാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ചോദ്യം ചോദിക്കുന്ന സമയത്ത് പത്രോസ് പരിശുദ്ധാത്മ നിറവുള്ളവനായി തീർന്നു എന്ന് നാം കഴിഞ്ഞ ആഴ്ച കണ്ടു. പരിശുദ്ധാത്മ നിറവുള്ളവനായിട്ടാണ് പത്രോസ് ആ അധികാരികളോട് സംസാരിച്ചത്. തൻ്റെ ആദ്യത്തെ വാചകം ഇതാണ്: ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ. ഇവിടെ അവരെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് പത്രോസ് അഭിസംബോധന ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കണം. ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുൻപ് ഇതേ ആളുകളാണ് യേശു കർത്താവിനെ ചോദ്യം ചെയ്തത്. യേശുവിനെ അവർ എന്താണ് ചെയ്തത് എന്ന് അവർക്കും അറിയാം, ശിഷ്യന്മാരായ പത്രോസിനും യോഹന്നാനും അറിയാം. എന്ന് മാത്രമല്ല, യേശുവിനോട് ചെയ്ത അതേ കാര്യം തന്നെ പത്രോസിനോടും യോഹന്നാനോടും ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട് എന്നും അവർക്കറിയാമായിരുന്നു. എന്നാൽ ഇതൊന്നും പത്രോസിനെയും യോഹന്നാനെയും ഭയപ്പെടുത്തിയില്ല. അവർ സത്യം പറയുവാൻ ധൈര്യമുള്ളവരായിരുന്നു. താൻ പറഞ്ഞത്, അല്ലെങ്കിൽ അവരെ അഡ്രസ്സ് ചെയ്തത് പ്രമാണിമാരും മൂപ്പന്മാരുമായുള്ളവരെ. ഈ ആളുകൾ ചെയ്യുന്നത് തെറ്റാണ്, ഇവരുടെ മേൽ ആരോപിക്കുന്ന കാര്യങ്ങളും തെറ്റാണ് എന്നൊക്കെ അറിയാമെങ്കിലും ഒരിക്കലും ബഹുമാനമില്ലാതെ പത്രോസ് അവരോട് സംസാരിച്ചില്ല. ഇനി 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മുതൽ 10-ാം വാക്യം വരെ ഒരൊറ്റ വാചകമാണ്. ആ വാചകം വാസ്തവത്തിൽ ഇവർ പത്രോസിനോടും യോഹന്നാനോടും ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ്. ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്നാണ് ചോദിച്ചത്. നമ്മൾ സാധാരണ പറയുമല്ലോ, ചോദിച്ചതേ ഓർമ്മയുള്ളൂ എന്ന്. അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് പത്രോസ് അവർക്ക് നൽകിയത്. പത്രോസിൻ്റെ ആദ്യ വാചകം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. 9-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. ഒറ്റ വാചകമാണ്. അതിലാദ്യം ഞാൻ പറയുന്നത്, ഞങ്ങൾ ഈ 40 വയസ്സിലധികം പ്രായമുള്ള ജന്മനാ മുടന്തനായ ഈ മനുഷ്യന് സൗഖ്യം നൽകി എന്ന് വെച്ചാൽ ഞങ്ങൾ അവനൊരു ഉപകാരം ചെയ്തു, ഒരു ഗുണം ചെയ്തു. ഞങ്ങൾ ഒരു ഗുണം ചെയ്തതിൻ്റെ പേരിലാണോ നിങ്ങൾ ഞങ്ങളെ വിസ്തരിക്കുന്നത് എന്നാണ് പത്രോസ് തൻ്റെ ആദ്യ വാചകത്തിൽ തന്നെ വിസ്തരിക്കുന്ന ഈ മഹാമിടുക്കന്മാരായ വിദ്യാഭ്യാസമുള്ള അധികാരമുള്ള ആളുകളോട് ചോദിക്കുന്നത്. ചുരുക്കത്തിൽ, ഞങ്ങളൊരു നന്മ ചെയ്താൽ അത് കേസാകുമോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അവരുടെ ചോദ്യം, ഏത് ശക്തി, ഏത് നാമം, ഏത് നാമത്തിലാണ് നിങ്ങളിത് ചെയ്തത്, ഏത് ശക്തിയിലാണ് നിങ്ങളിത് ചെയ്തത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം വളരെ കൃത്യമായി അതേ വാചകത്തിൽ തന്നെ പത്രോസ് പറയുകയാണ്: നിങ്ങൾ ക്രൂശിച്ചവനും
ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ. അവർ പറയുന്നത് ഈ ബലഹീന മനുഷ്യന് സൗഖ്യം നൽകിയത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല. അത് ജനത്തോട് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവർ ചോദിക്കുന്നത് ഇപ്പോൾ ഏത് നാമത്തിൽ ഏത് ശക്തിയിലെന്നാണല്ലോ. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ചവൻ, ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ, നസ്രായനായ യേശു ക്രിസ്തു, അവൻ്റെ നാമത്തിലാണ് ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ ക്രൂശിച്ചവൻ. ഇവർ അധികം ആളുകളെ ക്രൂശിക്കാൻ വിധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവർക്ക് ക്രൂശിക്കാൻ വിധിക്കാൻ അധികാരമില്ലല്ലോ. വെറും 2 മാസങ്ങൾക്ക് മുൻപ് ഇവർ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിനെ ഇവർ മറന്നിട്ടില്ല. അതുകൊണ്ട് പത്രോസിൻ്റെ ആ വാക്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി ഈ പത്രോസ് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. നിങ്ങൾ ക്രൂശിച്ച യേശു. പിന്നെ അവനെ ദൈവം മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം പേരും സദൂക്യരാണെന്ന് ഓർക്കണം. അവർ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നില്ല. അവരോടാണ് പത്രോസ് ഒരു മടിയുമില്ലാതെ അവരെന്ത് ചിന്തിക്കുമെന്നോ അവരെന്ത് വിചാരിക്കുമെന്നോ കരുതാതെ അവരോട് പറയുകയാണ്, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം. 3 കാര്യങ്ങൾ. നസ്രായനായ യേശു ക്രിസ്തു. 3 വാക്കുകൾ ശ്രദ്ധിക്കുക. നസ്രായൻ എന്ന് പറയുന്നത് യേശു നസ്രത്തിൽ നിന്നുള്ളവൻ എന്ന അർത്ഥത്തിലാണ്. അതും ഇവർ ഓർത്തിരിക്കും, കാരണം ആ പേര് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ഉപയോഗിച്ചിരുന്നുവല്ലോ. നസ്രത്ത് എന്ന് പറയുന്നത് ഒരു ഓണം കയറാമൂല എന്ന് പറയാവുന്ന പോലെയുള്ള ഒരു സ്ഥലമാണ്. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നസ്രത്ത് എന്ന് പറയുന്ന ഒരു പേരുള്ള നല്ല സ്ഥലമല്ല. പക്ഷേ യേശു നസ്രത്തുകാരനായിരുന്നു, ഗലീലയിൽ നിന്നുള്ളവനായിരുന്നു. തൻ്റെ പേര് യേശു. യേശു എന്ന പേര് മറ്റ് പലർക്കും ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇപ്പോൾ അത് കുറവാണെങ്കിലും അന്ന് യഹൂദന്മാരുടെ ഇടയിൽ നിലവിലുള്ള ഒരു പേരായിരുന്നു അത്. അത് കഴിഞ്ഞ് യേശു ക്രിസ്തു. ക്രിസ്തു എന്ന വാക്ക് പലരും വിചാരിക്കുന്ന യേശുവിൻ്റെ വേറൊരു പേരാണ് എന്നാണ്. എന്നാൽ അതൊരു പേരല്ല. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അത് ഒരു ഗ്രീക്ക് വാക്കാണ്. ക്രൈസ്റ്റ് എന്ന വാക്ക് അല്ലെങ്കിൽ ക്രിസ്റ്റോസ് എന്ന വാക്ക് ഗ്രീക്ക് പദമാണ്. അതിൻ്റെ എബ്രായ പരിഭാഷ മെസിഹ എന്നാണ്. അപ്പോൾ നിങ്ങൾ ക്രൂശിച്ചു കൊന്നത് നസ്രയനായ യേശു, അത് നിങ്ങൾക്കറിയാവുന്ന ആളാണ്. അയാൾ മെസിഹയാണ്. അവൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യന് സൗഖ്യം കിട്ടിയത്. അവനാണ് ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ ഈ ഒരൊറ്റ ഉത്തരത്തിൽ സദൂക്യരുടെ വയറ് നിറഞ്ഞു എന്ന് പറയാം. കാരണം സദൂക്യർ 2 കാര്യങ്ങൾ തിരസ്കരിക്കുന്നവരാണ്. ഒന്ന്, ഒരു അത്ഭുതമില്ലെന്നാണ് പറയുന്നത്. അത്ഭുതമില്ല എന്ന് പറയുന്നവരുടെ മുമ്പാകെ അവർക്കറിയാവുന്ന മുടന്തനായ ഒരു മനുഷ്യൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു നിൽക്കുന്നു. അതൊരു അത്ഭുതമാണ്. അതവർക്ക് തിരസ്കരിക്കാൻ കഴിയില്ല. 2ാമത്തെ കാര്യം, ഇവന് സൗഖ്യം കിട്ടിയത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമത്തിലാണ് എന്നും അവർ പറയുന്നു. ഈ ഉത്തരം കുറുക്കിക്കൊണ്ടു അവർ ഒരു ഉത്തരവും പറയാൻ പറ്റാത്ത വിധം സ്തബ്ധരായിപ്പോയി. അതായത് പത്രോസും യോഹന്നാനും പഠിപ്പില്ലാത്തവരാണ്. തലേ രാത്രിയിൽ ഇതൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടും ഈ ഒരൊറ്റ ചോദ്യത്തിന് ആദ്യ വാചകത്തിൽ തന്നെ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞെങ്കിൽ ഇതൊരു അത്ഭുതമല്ലേ? വാസ്തവത്തിൽ ഇതൊരു അത്ഭുതമാണ്. പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന, അത്ഭുതങ്ങളൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന സദൂക്യരുടെ വായടച്ചു. ഇതെന്തുകൊണ്ടാണ് എന്ന് ലൂക്കോസ് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തികളിലല്ല, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിവാദിക്കേണ്ടത്, എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ഇതാണിവിടെ സംഭവിച്ചത്. കർത്താവ് പറഞ്ഞ ആ പ്രവചനത്തിന് നിവൃത്തിയായി. ഇവർ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. പക്ഷേ കർത്താവ് തക്ക സമയത്ത് പറയാനുള്ള വാക്ക് അവർക്ക് കൊടുത്തു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടവർക്ക്
സത്യം ബോധ്യമായി അവർക്ക് മറുപടിയില്ലാതായി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട, ഒന്നും വായിക്കേണ്ട എന്ന് പറയാനല്ല ഇത് പറയുന്നത്. എന്നാൽ നമ്മുടെ തയ്യാറെടുപ്പിലോ നമ്മുടെ വായനയിലോ നമ്മുടെ പഠിത്തത്തിലോ ഒന്നും ആശ്രയിക്കരുത്. പരിശുദ്ധാത്മാവിലാണ് ആശ്രയിക്കേണ്ടത്. പരിശുദ്ധാത്മ നിറവിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും ആളുകളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കും. ആളുകൾക്ക് കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ അത് സഹായിക്കും. അപ്പോൾ പരിശുദ്ധാത്മ നിറവിൽ വേണം നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാവും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.